Okay, welcome to the class. Hope you're all doing well today. Let's dive into today's class. നോക്കാം എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ ബാക്കിയുള്ള ടോപ്പിക്കുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം ഫെയറുകളെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയറുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഫെയർ സിസ്റ്റംസ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഫെയർ കളക്ഷൻ മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ് സർവീസസ്, ഏതൊക്കെ തരത്തിലുള്ള ബസ് സർവീസസ് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്. അതായത് ഒരു വാഹനം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ബസ് ഓപ്പറേഷൻ ആണെങ്കിൽ ആ ബസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളെക്കുറിച്ച്, കോസ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഓപ്പറേഷണൽ കോസ്റ്റ് എന്നുള്ളത്. ഈ ഓപ്പറേഷണൽ കോസ്റ്റ് രണ്ട് തരത്തിലാണ്. ഒന്ന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും, അതേപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയും. എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത് വേരിയബിൾ കോസ്റ്റ്. എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ റിലേറ്റഡ് കോസ്റ്റ് ആയിരിക്കും. അതായത് ഒരു വാഹനം സഞ്ചരിക്കുന്നതിനനുസരിച്ചുള്ള ചിലവുകളാണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കിലോമീറ്റർ കൂടാൻ മീൻസ് വാഹനം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാഹനം വെറുതെ നിർത്തിയിടുമ്പോൾ ഈ കോസ്റ്റ് വരണമെന്നില്ല. ഈ വാഹനം സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായി, മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി, കിലോമീറ്റേഴ്സിൻ്റെ ഭാഗമായി വരുന്ന കോസ്റ്റിനെ, ചിലവിനെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തം എന്നാണ്, അല്ലേ? വ്യത്യാസപ്പെടുക, ഡിഫറൻസ് എന്നാണ് അർത്ഥം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ എത്ര കൂടുന്നു അത്ര ഇതും കൂടും, കിലോമീറ്റർ കുറഞ്ഞതും കുറയും. അതാണ് വേരിയബിൾ. കിലോമീറ്ററിനനുസരിച്ചാണ്, അല്ലാതെ ഫിക്സഡ് അല്ല. ഒന്നാമത്തെ കാര്യം തന്നെ നമുക്കറിയാം, ഡെയിലി വേജസ്, ദിവസവേതനം. ഇപ്പോൾ ഒരു വാഹനം ഓടുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഓടുന്ന കിലോമീറ്ററിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലെ സാധാരണ ബസ്സുകളിൽ കിട്ടുന്ന കൂലിയല്ല, വേജ് അല്ല ഒരു ലിമിറ്റഡ് സ്റ്റോപ്പിൽ കിട്ടുന്നത്. ഒരുപാട് ദൂരം ഓടുന്നുണ്ട്, അത് ദൂരത്തിനനുസരിച്ച് അതിൽ ജോലികളും കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വേജ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ഡെയിലി വേജസ് എന്നുള്ളത് ഒരു ഓപ്പറേഷണൽ കോസ്റ്റാണ്. എന്ത് ഓപ്പറേഷണൽ കോസ്റ്റാണ്? വേരിയബിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്. രണ്ടാമത് ഡീസൽ, എൻജിൻ ആൻഡ് അതർ ഓയിൽ. അതായത് ഡീസൽ, ഇപ്പോൾ ഒരു വാഹനം 10 കിലോമീറ്റർ ഓടുന്നുള്ളൂ, 10 കിലോമീറ്റർ ഡീസൽ മതി. എന്നൊരു വാഹനം 100 കിലോമീറ്റർ ഓടുന്നു, ഇപ്പോൾ 100 കിലോമീറ്റർ ഡീസൽ വേണ്ടി വരും. ഇപ്പോൾ ഡീസൽ, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, എൻജിൻ ആൻഡ് അതർ ഓയിൽ. അപ്പോൾ ഇതൊക്കെ വാഹനം ഓടുന്നതിനനുസരിച്ചാണ് ഇതിന് കൺസംഷൻ വരുന്നത്, ചിലവ് വരുന്നത്. സോ രണ്ടാമത്തെ ഒരു വേരിയബിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ് ഡീസൽ, എൻജിൻ ഓയിൽ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഓയിൽസ്. അടുത്തൊരു പോയിന്റ് വരാൻ ടയർ, ട്യൂബ്, ഫ്ലാപ്പ്. അതായത് ഈ ടയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിലവാണത്. ഒരു ടയർ എപ്പോഴാണ് ടയറുമായിട്ട് ബന്ധപ്പെട്ട് ചിലവ് എപ്പോഴാണ് വരിക? ആ ടയർ തേയ്മാനം സംഭവിക്കുമ്പോഴാണ്. തേയ്മാനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വാഹനം ഓടണം. അത് എത്ര ഓടുന്നു എന്നതിനനുസരിച്ചാണ്. സോ ടയർ, ട്യൂബ് ആൻഡ് ഫ്ലാപ്സ് എന്നുള്ളത് മറ്റൊരു വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്, മറ്റൊരു വേരിയബിൾ വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്. പിന്നെ അടുത്ത് ബാറ്ററീസ്. കാരണം ഈ ബാറ്ററി നമ്മൾ ഈ കിലോമീറ്റർ ഓടുന്നതനുസരിച്ചാണ് ബാറ്ററിയുടെ യൂസേജും വരുന്നത്, അല്ലേ? ഇപ്പോൾ ബാറ്ററി കൂടുതൽ ഓടുമ്പോൾ, ഇപ്പോൾ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മറ്റ് സമയങ്ങളിലാണെങ്കിൽ അങ്ങനെയല്ല, പലതരത്തിലുള്ള മെയിൻ്റനൻസ് ആവശ്യമുള്ള ബാറ്ററികളായിരിക്കും. അപ്പോൾ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് വാഹനത്തിൻ്റെ ഓട്ടവുമായി ബന്ധപ്പെട്ടതാണ്, കിലോമീറ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. സോ നമുക്ക് മറ്റൊരു വേരിയബിൾ വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റായിട്ട് ബാറ്ററീസിനെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ദെൻ ഡിപ്രീഷിയേഷൻ ഓഫ് ബസ് ചാർജ് ഓർ കിലോമീറ്റർ ബേസിസ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ വില കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഫ്രഷ് വാഹനം, ഒരു 10 ലക്ഷം ഉറുപ്പിയുടെ വാഹനം വാങ്ങി, അത് രണ്ടാമത് വിൽക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊരു കാരണവശാലും 10 ലക്ഷം കിട്ടില്ല. അതിനൊരു കുറവ് സംഭവിക്കും, ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കും. എത്ര കിലോമീറ്റർ ഓടി, എത്ര കാലം അതിന്. ഇപ്പോൾ 2017 മോഡലാണെങ്കിൽ ഇപ്പോൾ 2021 സോ 4 വർഷത്തെ പഴക്കമുണ്ട്. സോ ആ പഴക്കം, കിലോമീറ്റർ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാഹനം വിൽക്കുമ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുക. ഞാനിത് പറഞ്ഞത് എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ആ വാഹനത്തിൻ്റെ വിലയിലുള്ള കുറവ്, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഡിപ്രീസിയേഷൻ ഓഫ് ബസ് ചാർജ് ഓൺ കിലോമീറ്റർ ബേസിസ്, അതായത് വാഹനം ഓടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഡിപ്രീസിയേഷൻ കുറവ് വരും. അത് നമുക്കൊരു ചിലവാണ്. ചിലവ് മീൻസ് നമ്മുടെ വാഹനത്തിന് കിട്ടേണ്ട വാല്യൂവിലൊരു കുറവ് വരികയാണ്. സോ ഇപ്പോൾ നമ്മൾ തന്നെ വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ 4 വർഷം പഴക്കമുണ്ടെങ്കിലും കിലോമീറ്റർ വളരെ കുറവാണെങ്കിൽ ഡിപ്രീസിയേഷൻ വല്ലാതെ അങ്ങ് താന്നു പോകില്ല, വാഹനം അധികം ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ ഈ കിലോമീറ്റർ ചേഞ്ച് ആകുമ്പോൾ, കൂടുതൽ ഓടുമ്പോൾ മറ്റൊരു വേരിയബിൾ കോസ്റ്റാണ് ഡിപ്രീസിയേഷൻ. അതേപോലെ തന്നെ ഓട്ടോ സ്പെയർ പാർട്സ് ആൻഡ് അതർ കൺസ്യൂമബിൾസ്, അതായത് വാഹനം ഓടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റനൻസ് ആവശ്യമുണ്ട്, സ്പെയർ പാർട്സിന് ആവശ്യം വരും, അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളും ആവശ്യം വരും. സോ ഓട്ടോ സ്പെയർ പാർട്സ് ആൻഡ് അതർ കൺസ്യൂമബിൾ മറ്റ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. സോ ഈ കൺസ്യൂമബിൾസിൻ്റെയും അതേപോലെ തന്നെ ഓട്ടോ സ്പെയർ പാർട്സിൻ്റെയും കോസ്റ്റ് എന്നുള്ളത് വാഹനം ഓടുമ്പോൾ വരുന്നതാണ്. സോ മറ്റൊരു വേരിയബിൾ വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്, അല്ലെങ്കിൽ കിലോമീറ്റർ റിലേറ്റഡ് കോസ്റ്റാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ദെൻ ടിക്കറ്റ് ആൻഡ് ട്രാഫിക് സ്റ്റേഷനറി. ടിക്കറ്റ് ആൻഡ് ട്രാഫിക് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ടിക്കറ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ ട്രാഫിക് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഓടുമ്പോൾ ആ ഓട്ടത്തിനനുസരിച്ചുള്ള ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട ചിലവുകൾ. ഓക്കെ, അപ്പോൾ ഒരു സൈൻ ബോർഡ് വെക്കുകയാണെങ്കിൽ അതൊരു ട്രാഫിക് സ്റ്റേഷനറിയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഒരു വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റ് മാത്രമല്ല, നമ്മുടെ ലോകത്ത് ഫോളോ ചെയ്ത് വരുന്ന പല നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇവിടെ എന്താണ് ട്രാഫിക് സ്റ്റേഷനറി എന്നുള്ളത്. പക്ഷേ ഇവിടെല്ല, പുറം രാജ്യത്തും ഇതേപോലെ ഇപ്പോൾ അവിടുത്തെ വാഹനങ്ങൾ ഓടുമ്പോൾ ഇന്ന സൈനുകൾ വെക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ട്രാഫിക് സ്റ്റേഷനറി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ, ഇപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അധിക ചിലവുകൾ വരുന്നുണ്ട്. അതൊക്കെ ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുകളാണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാഹനം ഓടുമ്പോൾ വരുന്ന ചിലവുകളാണ് ഈ കാണുന്നത്. ടിക്കറ്റ് പറയേണ്ട ആവശ്യമില്ല, വാഹനം ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഇതൊക്കെ ഒരു വെഹിക്കിൾ ഓപ്പറേഷണൽ കോസ്റ്റാണ്. പക്ഷേ ഇത് വേരിയബിൾ കോസ്റ്റാണ്, വാഹനം ഓടുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓട്ടത്തിനനുസരിച്ചാണ് ഇത് സംഭവിക്കുക. അടുത്തതാണ് ഫിക്സഡ് കോസ്റ്റ്. അതിന് നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കറിയാം, അതിനൊരു കാരണവശാലും വേരിയബിൾ ആയിട്ടുള്ള ഒരു ചിലവില്ല, ഫിക്സഡ് ആണ്. ഒന്നാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്, PF എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് നമ്മൾ PF കൊടുക്കാറുണ്ട്. ഓക്കെ, ആ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളത് അതൊരു ഫിക്സഡ് ആണ്. അത് വാഹനം ഓടിയില്ല എന്നുള്ളതല്ല, ഫിക്സഡ് കോസ്റ്റാണ്. ഓൾ ടാക്സസ് ഓൺ ബസ്സസ് ആൻഡ് അതേഴ്സ്, അതായത് എല്ലാ തരത്തിലുള്ള ടാക്സുകൾ, അത് വാഹനം ഓടിയില്ല എന്നുള്ളതല്ല, അത് ഫിക്സഡ് ആണ്. ഇൻഷുറൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബസ്സസ് ആൻഡ് അതേഴ്സ്. ഇൻഷുറൻസ് നമുക്കറിയാം, വാഹനം വീട്ടിൽ നിർത്തിയിട്ടാലും ആ വർഷത്തെ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് വാഹനത്തിൻ്റെ കിലോമീറ്റർ ബേസിസ് അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ഈ പർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ ബസ് ഓടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് ഇൻഷുറൻസ് കൊടുക്കേണ്ടതെന്നാണോ? അല്ലെങ്കിൽ ബസ് കൂടുതൽ ഓടി, അപ്പോൾ ഇൻഷുറൻസ് കൂടുതൽ കൊടുക്കണമെന്നാണോ? അല്ല, കൂടുതൽ ഓടിയാലും കൂടുതൽ ഓടിയില്ലെങ്കിലും ഒരു ദിവസത്തെ ഇൻഷുർ എന്നുള്ള രീതിയിൽ അത് ഫിക്സഡ് ആയിരിക്കും അവിടെ. അതേപോലെ തന്നെ പലിശകൾ, ബസ് EMIയിലാണ് അല്ലെങ്കിൽ ഓട്ടോ ലോണിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ബസ് ഓടിയാലും ഓടിയില്ലെങ്കിലും കൊടുക്കണം. ദെൻ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്സ് ആൻഡ് അതേഴ്സ്. ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വലിയ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസിലൊക്കെ അവിടെ അവർ റിപ്പയറിങ്ങിന് വേണ്ടി അവർക്ക് തന്നെ മെഷീനറീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പയറിങ്ങും മെയിൻ്റനൻസും അതായത് സമയത്ത് നടത്തണം. അത് വാഹനം ഓടിയില്ലെന്ന് നോക്കിയിട്ടല്ല. അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് സ്റ്റാഫ് കാർ ആൻഡ് അതർ വെഹിക്കിൾസ്. സ്റ്റാഫിന് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ, അത് കിലോമീറ്റർ ബേസിസ് അല്ല, സ്റ്റാഫ് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചാണ്, ബസ് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചല്ല. സോ അതൊരു ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് നിന്ന് വരിക, അപ്പോൾ സ്റ്റാഫിൻ്റെ അടുക്ക് ആ സ്റ്റാഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാനുള്ള വാഹനത്തിൻ്റെ ചിലവുകൾ നമുക്കതൊരു ഫിക്സഡ് ആയിരിക്കും, നമുക്കറിയാം മുൻകൂട്ടി. അതർ സ്റ്റോഴ്സ് ആൻഡ് സ്റ്റേഷനറി, മറ്റുള്ള സ്റ്റേഷനറി വസ്തുക്കൾ, എന്താ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് വെഹിക്കിൾ. ഒരു വാഹനം നമുക്കറിയാം പുറത്തിറങ്ങി വരുമ്പോൾ ഇപ്പോഴത്തെ തരത്തിൽ ഒരു ബസ്സായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല, ഷാസിയായിരിക്കും അവൈലബിൾ ആയിരിക്കും, നമ്മളത് ബോഡി ബിൽഡ് ചെയ്യണം. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു ഫിക്സഡ് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഫ്യൂവൽ,
എണ്ണയുടെ ചിലവ്. ഈ എണ്ണയുടെ ചിലവ് ഓട്ടത്തിനനുസരിച്ചാണ് എന്നുള്ളത് ഈ ഫ്യൂൽ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൻ്റെ ഓട്ടമല്ല, മറ്റ് ചിലവുകളാണ്, നമ്മുടെ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ചിലവുകളാണ്. പിന്നെ ലാൻഡ് വാല്യൂ ഫോർ പാർക്കിംഗ്, ദ നാച്ചർ ഓഫ് ഏരിയ സെർവ്ഡ്, ഏത് സ്ഥലത്തിനനുസരിച്ചാണോ ഏത് പാർക്കിങ്ങിൻ്റെ ലാൻഡിന് അനുസരിച്ച് പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വരും, അതൊക്കെ ഒരു ഫിക്സ്ഡ് കോസ്റ്റാണ്. പിന്നെ വേജ് റേറ്റ് എന്നുള്ളത് ഒരു ദിവസവേതനം അവിടുത്തെ തൊഴിലാളികൾക്ക് നമ്മൾ ദിവസവേതനം കൊടുക്കുന്നുണ്ടാവും. അത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ കാര്യമാണ് പറയുന്നത്, ബസ്സിലെ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കുള്ളത്. അപ്പോൾ ഏതൊക്കെ 2 കോസ്റ്റ്? ഒന്ന് വേരിയബിൾ കോസ്റ്റാണ്, 2 ഫിക്സ്ഡ് കോസ്റ്റാണ്. ഇത് രണ്ടും വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ട ചിലവുകളാണ്. അപ്പോൾ ഈ ചിലവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോക്കാം, ലെറ്റ്സ് മൂവ് ഇൻ ടു അനദർ ടോപ്പിക്. എന്താ ടോപ്പിക്ക്? പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ ആക്സിഡൻറ്റ്സ്. വാഹനത്തിൻ്റെ ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു വാഹനം റോഡിലൂടെ ഓടുമ്പോൾ നമ്മൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റംസിൻ്റെ മറ്റൊരു ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ എന്നുള്ള ആ ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് ആക്സിഡൻറ്റ് എന്നുള്ളത്, അല്ലേ? റോഡിൽ ഒരുപാട് തരം ആക്സിഡൻറ്റ് നമ്മൾ കാണാറുണ്ട്. സോ നമ്മൾ ട്രാൻസ്പോർട്ട് മാനേജ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആക്സിഡൻറ്റിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആക്സിഡൻറ്റിനെ നമുക്കെങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ കൈക്കൊള്ളേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ബസ് ഓടിക്കുന്ന ബസ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ലോറി ഓടിക്കുന്ന ലോറി തൊഴിലാളികൾക്ക്, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്ക്, വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക്, സ്പെഷ്യലി ഡ്രൈവറുടെ കാര്യം നമ്മൾ പറയുന്നത്, ഈ ഡ്രൈവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുക, ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമുക്ക് ഒരുപാട് ട്രാഫിക് സിഗ്നൽസ് അവൈലബിൾ ആണ്, അല്ലേ? പല ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വേണം, ഒരു മിനിമം എഡ്യൂക്കേഷൻ ആവശ്യമാണ്. സോ നമ്മുടെ ഒരു ഡ്രൈവിംഗ് എബിലിറ്റി, അതേപോലെ തന്നെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ട്രാഫിക് റൂൾസും റെഗുലേഷൻസും അതേപോലെ തന്നെ നല്ലൊരു ഡ്രൈവിംഗ് എബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസ്മെൻ്റാണ്. സോ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആക്സിഡൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്. ദെൻ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വയസ്സ്. ഈ വയസ്സിനൊരു പ്രാധാന്യമുണ്ട്. 25 നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആക്സിഡൻറ്റ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് അവരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവരുടെ കയ്യിൽ നിന്നും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. രണ്ടും ഏജിൻ്റെ കാരണം കൊണ്ടാണ്. 25 ഇയർ ഏജിൻ്റെ താഴേക്കാണെങ്കിൽ നമുക്കറിയാം മെച്യൂരിറ്റി കുറച്ച് കുറവായിരിക്കും, നമ്മുടെ എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും. സോ അതിൻ്റേതുള്ള ഒരു വൈബ്രേഷൻസ് നമ്മൾ റോഡിൽ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആക്സിഡൻറ്റ്സ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് 25 വയസ്സിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വളരെ വയസ്സ് കുറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഡ്രൈവർ ആവില്ല. കാരണം അവൻ്റെ ആ ഒരു വൈബ്രേഷൻ, ആ എനർജി ലെവൽ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൊണ്ട് തന്നെ അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ലിമിറ്റിലായിരിക്കണം ഏറ്റവും ഡ്രൈവറെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 50 വയസ്സിന് മുകളിലേക്കാവുമ്പോൾ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് സംഭവിക്കാം, കണ്ണിൻ്റെ കാഴ്ചകൾ കുറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൈകളും കാലുകളും ചലിക്കാത്ത സിറ്റുവേഷൻസ് വരാം, നമുക്ക് ഒരുപാട് ദൂരം ഓടിച്ചു പോകാനുള്ള ആ ഫെറ്റിക് സ്ട്രെങ്ത് അത് കുറഞ്ഞു വരാം. അപ്പം അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരായിരിക്കണം നമ്മൾ ഡ്രൈവർമാരായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കൂടാനുള്ള ചാൻസസ്, ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നല്ല പറയുന്നത്, അവിടെ ഉണ്ടാവാനുള്ള സാധ്യത പല പഠനങ്ങളും തെളിയിക്കുന്നത് അങ്ങനെയാണ്. ദെൻ ഫിസിക്കൽ ഫിറ്റ്നസ്, കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡ്രൈവർക്ക് എന്ത് വേണം? നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് വേണം.
അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇതൊക്കെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ടല്ല കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നമുണ്ട്, പുവർ ലൈസൻസിങ് സിസ്റ്റമാണ്. അതായത് ലൈസൻസ് കൊടുക്കുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടല്ല. ഇപ്പോൾ ഒരു കാഴ്ചക്ക് കുറവുള്ളൊരു വ്യക്തിക്ക് പോലും നമ്മുടെ ചുറ്റുപാടിൽ ലൈസൻസ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഒരു കറപ്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവർ എടുക്കുമ്പോൾ അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ട്രെയിനിങ്. ഈ ട്രെയിനിങ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, നമ്മുടെ റോഡിൽ 70% ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് 70% റോഡിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ട്രെയിലേഴ്സാണ്. ട്രെയിലേഴ്സ് എന്ന് നമുക്കറിയാം വലിയ ലോറികളാണ്, വലിയ വാഹനങ്ങളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെയിലർ ഡ്രൈവർമാർക്കൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം നിരന്തരമായി. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ അറിവുകൾ, പുതിയ അപ്രോച്ചസ്, ഒരു ഡ്രൈവർ എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു അവയർനെസ് കൊടുക്കുകയാണ്, ബോധവൽക്കരണം. അപ്പോൾ ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പുതിയ അറിവുകൾ അവർക്ക് ലഭിക്കുകയാണ്. ആ ബോധവൽക്കരണം ഈ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുക. പല സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് വാഹനങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സോ ട്രെയിനിങ് എന്നുള്ളത് മറ്റൊരു പ്രിവെൻറ്റീവ് മെഷറാണ്. സോ നെക്സ്റ്റ്, റോഡ് കണ്ടീഷൻ. കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല റോഡ് ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കുറവായിരിക്കും. പക്ഷെ റോഡ് വളരെ മോശമാണെങ്കിൽ ആക്സിഡൻറ്റ് കൂടും. ചില സമയത്തൊക്കെയാണ് റോഡിൻ്റെ അരികൊക്കെ ഭയങ്കര കുഴി പോലെ ആയിരിക്കും. അവിടെയൊക്കെ ഭാരം കൂടിയ വാഹനങ്ങളൊക്കെ ഒന്ന് റോഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകും. ചില വളവുകൾ കാണാം, ബ്ലൈൻഡ് കർവുകളായിരിക്കും. നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള വളവുകൾ പല റോഡിലും കാണാം. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നല്ലൊരു രൂപത്തിൽ, നല്ലൊരു ജിയോമെട്രിക്കൽ ഷേപ്പിൽ നമ്മൾ റോഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ആ റോഡ് കണ്ടീഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റിനെ കുറക്കാൻ കഴിയും. അടുത്ത പോയിൻ്റാണ് വെഹിക്കിൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ ശോചനീയാവസ്ഥ. അതായത് വെഹിക്കിൾ ഫിറ്റ്നസ് അല്ലാത്ത വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആക്സിഡൻറ്റ് പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഫെയർ കളക്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഫെയർ കളക്ഷൻ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഈ അവസാനം ഓപ്പറേഷണൽ കോസ്റ്റ് മുതൽ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ വരെ ആ വാഹനം ഓടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫെയർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വാഹനം ഓടുമ്പോഴാണല്ലോ നമ്മൾ ഫെയർ കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഓട്ടം വരെ നമ്മൾ സംസാരിച്ചു. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വാഹനമൊക്കെ റോഡിലൂടെ ഓടണമെന്നുണ്ടെങ്കിൽ ഈ വാഹനം നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ്സാണ്. ബിസിനസ് മീൻസ് മാർക്കറ്റിംഗ് ആണ്. സോ ആ മാർക്കറ്റിംഗ് എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബിസിനസ് അല്ല പഠിക്കുന്നത്, പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഓട്ടോമോട്ടീവ് മാർക്കറ്റിംഗ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് അണ്ടർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കീഴിൽ നമ്മൾ കാണുന്ന ചില ഓർഗനൈസേഷൻസ്, സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന്, മാനുഫാക്ചററാണ്, വാഹനം നിർമ്മിക്കുന്ന ആൾക്കാരാണ്. 2, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, വാഹനം നിർമ്മിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. 3, ഡീലേഴ്സാണ്. ഡീലേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരാണ് കസ്റ്റമേഴ്സിന് നേരിട്ട് വിൽപ്പന നടത്തുക. ഈ വിൽപ്പന നടത്താനുള്ള വാഹനങ്ങൾ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അതേപോലെ തന്നെ സബ് ഡീലേഴ്സ് ഉണ്ടാവും. ഈ ഡീലർമാർ തന്നെ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രദേശത്തിൻ്റെ ഓരോ മുക്കുമൂലയിലും ചെറിയ ഡീലർഷിപ്പുകൾ അവരെടുക്കും. അത് നമ്മൾ സബ് ഡീലേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ മാനുഫാക്ചറിൻ്റെ താഴെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ താഴെ ഡീലറാണ്, അതിൻ്റെ താഴെ എന്താണ്, സബ് ഡീലറാണ്. അതേപോലെ തന്നെ ഇതുകൂടാതെ ഈ സബ് ഡീലർ കൂടാതെ നമുക്കറിയാം മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ, അത് ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ ഷോപ്പുകൾ, ഇലക്ട്രിക്കൽ ഷോപ്പുകൾ, മറ്റുള്ള മെഷീനറി ഷോപ്പുകൾ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ടയർ വിൽപ്പന നടത്തുന്ന ഷോപ്പുകൾ, ആക്സസറീസ് വിൽപ്പന നടത്തുന്ന ഷോപ്പുകൾ, ഇതൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 4-5 എടുത്ത് പറഞ്ഞെന്നുള്ളൂ.
നിങ്ങളുടെ PDF അത് വ്യക്തമായിട്ട് ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓട്ടോമൊബൈൽ ഇതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് കസ്റ്റമർ റിലേഷൻസ്. അതായത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ ഉപഭോക്താവിനെയും നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് കസ്റ്റമർ റിലേഷൻ എന്നുള്ള വാക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ, കസ്റ്റമർ ഈസ് സംവൺ ഹൂ കംസ് ടു യു ടു ബൈ ദ പ്രൊഫഷണൽ സർവീസസ് യു ഓഫർ. അതായത് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സർവീസ്, നമ്മൾ കൊടുക്കുന്ന സേവനത്തെ വാങ്ങാൻ വരുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? കസ്റ്റമർ എന്ന് വിളിക്കാം. സോ നമ്മൾ കൊടുക്കുന്ന സർവീസ് അത്രയും നല്ല രൂപത്തിലായിരിക്കണം, എങ്കിലേ നമുക്ക് ആ കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വെക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റാണ്, ദ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ യുവർ കമ്പനി ആൻഡ് കസ്റ്റമർ ഡസൻ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അസ് ആൻഡ് ഹീ ഈസ് ദ ലൈഫ് ആൻഡ് ബ്ലഡ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നമ്മളെ സർവീസ് വാങ്ങാൻ വരികയാണ്. അവനക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അപ്പുറത്ത് വേറും ഇതേപോലെ സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളെന്ത് ചിന്തിക്കരുത്? കസ്റ്റമർക്ക് ആവശ്യം നമ്മളെയാണെന്ന് ചിന്തിക്കരുത്. നമ്മളെങ്ങനെ ചിന്തിക്കണം? നമുക്കാണ് കസ്റ്റമർ ആവശ്യം. കാരണം ഒരു കമ്പനിയുടെ ജീവനും രക്തവും അല്ലെങ്കിൽ ലൈഫ് ആൻഡ് ബ്ലഡ് എന്നുള്ളത് കസ്റ്റമറാണ്. ആ ഒരു ബോധത്തിലായിരിക്കണം നമ്മൾ കസ്റ്റമറെ ഡീൽ ചെയ്യേണ്ടത്. അടുത്തൊന്നാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റമർ കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമർ കെയർ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റിനും കസ്റ്റമർ കെയർ കോണ്ടാക്റ്റിംഗ് ഉണ്ടാവും, അല്ലേ? കസ്റ്റമറെ കെയർ ചെയ്യുക എന്നുള്ളത് അത് എന്താ കാരണം? കസ്റ്റമർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു അവർ കമ്പനി. ഹീസ് ലൈഫ് ആൻഡ് ബ്ലഡ് ഓഫ് അവർ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ജീവൻ എന്നാൽ, നമ്മുടെ കമ്പനിയുടെ രക്തം എന്നാൽ, അല്ലെ, ചോര എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ കമ്പനിയുടെ ജീവൻ്റെ ഭാഗമാണ് ആര്? കസ്റ്റമർ. സോ കസ്റ്റമർ കെയർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കസ്റ്റമർ കെയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 5 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മാനറാണ്. മാനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളൊരു സർവീസ് സെൻറ്ററിൽ പോയി, അതൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണല്ലോ, അല്ലെ? ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഒരു സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഡീലർ എന്നുള്ളത്. ഒരു ഡീലർ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ വളരെ പൊളൈറ്റ്ഫുള്ളായിട്ടായിരിക്കും നമ്മോട് സംസാരിക്കുന്നതാവുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മൾ വിഷ് ചെയ്യും, അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും കൂടെ കംഫർട്ടബിൾ ആക്കും. നമുക്ക് കുടിക്കാൻ വെള്ളം തരാറുണ്ട്, അല്ലേ? നമ്മളെ പ്രത്യേകിച്ച് ഒരു കസ്റ്റമർ ലോഞ്ച് ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെ നല്ല രൂപത്തിൽ അവർ മാനറോട് കൂടി ഡീൽ ചെയ്യാറുണ്ട്. അത് കസ്റ്റമർ കെയറിൻ്റെ ഒന്നാമത്തെ കാര്യമാണ്. 2, ട്രസ്റ്റ് വർത്തിനെസ്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോകുമ്പോൾ ആ കമ്പനിയെ നമ്മൾ വിശ്വസിക്കുന്ന, ഒരു കസ്റ്റമർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. അത് കസ്റ്റമർ കെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനദർ എലമെൻ്റ് ആണ്. കാരണം ഒരു കസ്റ്റമർക്ക് ആ ഒരു കമ്പനിയുമായിട്ട് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കസ്റ്റമർ കെയറിങ് എലമെൻ്റ് അല്ല. സോ ട്രസ്റ്റ് വർത്തിനെസ് ആ കസ്റ്റമേഴ്സിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓരോ കമ്പനിയുടെയും കസ്റ്റമർ കെയർ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. അടുത്താണ് ബീയിങ് ഗുഡ് ലിസണർ എന്ന് പറഞ്ഞാൽ അത് ഒരു കസ്റ്റമർ കെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുകയാണല്ലോ, അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടാണ്. സോ മനുഷ്യൻ്റെ എക്സിസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആ കമ്മ്യൂണിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീയിങ് എ ഗുഡ് ലിസണർ. നമ്മുടെ കസ്റ്റമർ പറയുന്നത് നല്ല രൂപത്തിൽ കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏതൊരു മനുഷ്യനും മറ്റൊരു വ്യക്തിയോട് അട്രാക്ഷൻ കൂടാനുള്ള ഒരു കാരണം നമ്മൾ പറയുന്നത് ഒരാൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ കസ്റ്റമർ പറയുന്നത് നമ്മൾ കേൾക്കുക, കമ്പനി കേൾക്കുക എന്നുള്ളത് കസ്റ്റമർ കെയറിൻ്റെ, ഇപ്പോൾ നിങ്ങൾ മൊബൈലിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ട് കസ്റ്റമർ കെയറിനൊക്കെ. ആദ്യം തന്നെ അവർ ചോദിക്കാറുണ്ട്, സാർ ഞാൻ എന്ത് ഹെൽപ്പാണ് താങ്കൾക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ അവർ ആദ്യം ഇരുന്ന് കേൾക്കാറുണ്ട്. കേട്ടതിന് ശേഷം മാത്രമേ അവരിങ്ങോട്ട് സംസാരിക്കാറുള്ളൂ. സോ നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളത് കസ്റ്റമർ കെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ എക്സ്പ്രസിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ നമ്മളോടൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം
ആ കസ്റ്റമർക്ക് വിത്തൗട്ട് ഡൗട്ട് ഇൻ ഡെപ്ത് ആൻഡ് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എക്സ്പ്രസ് യുവർ സെൽഫ്, നമ്മളെ എക്സ്പ്രസ് ചെയ്യുക. അതായത് ആ കസ്റ്റമർ പറഞ്ഞ വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ല രൂപത്തിൽ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പ്രൊഫഷണൽ നോളജ്. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ കേടുപാടുകളെ പറ്റി സംസാരിക്കുന്നത് ഒരു BCom കഴിഞ്ഞ ആളാവരുത്. ഏറ്റവും മിനിമം ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ആയിരിക്കണം. കാരണം അതൊരു ഒരു പ്രൊഫഷണൽ ജോബാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ഉണ്ടായിരിക്കണം അതിന്. വാഹനവുമായി ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ കൃത്യമായിട്ട് അറിവുകളുള്ള വ്യക്തിയായിരിക്കണം സംസാരിക്കേണ്ടത്. അല്ലാതെ അത് അറിവില്ലാത്ത ഒരാളായിരിക്കരുത്. അത് നമ്മുടെ ഈ ഭാഗത്തുള്ള കസ്റ്റമർ, ഇപ്പോൾ വാഹനത്തിൻ്റെ കസ്റ്റമർ കെയർ എന്നൊക്കെ ഏറ്റവും കൂടുതൽ വിളിക്കുക ഏതെങ്കിലുമൊക്കെ ഒരു സാധാരണ ആൾക്കാരായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ കേടുപാടുകളൊക്കെ ചോദിച്ചറിയുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്ത ഒരാളുകളാണ് നമ്മുടെ ചുറ്റുപാടുകളും കാണാറുണ്ട്. ഞാൻ പലയിടത്തും തന്നെ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ആവരുത്. നമ്മളെപ്പോഴും നമ്മളോട് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നൊരു വ്യക്തി പ്രൊഫഷണൽ നോളജ് ഉള്ള ഒരാളായിരിക്കണം. കസ്റ്റമർ പറഞ്ഞാൽ മനസ്സിലായിരിക്കണം, അത് ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും. ഓക്കെ, അപ്പോൾ കസ്റ്റമർ റിലേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളും വാഹനം അത്ര ഉണ്ടായിരുന്നില്ല. അതൊരു വാഹനം ആ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ആ കാലഘട്ടത്തിൽ വാഹനം വാങ്ങാൻ കഴിവുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ആൾക്കാർ ഇല്ലാത്തൊരു ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ ചിന്തിക്കും, ഈ കാലഘട്ടത്തിൽ ഒരുപാട് പൈസ ഉണ്ടോയെന്ന്. ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും പൈസ ഒന്നുമില്ല. പക്ഷേ പൈസ ഇല്ലാത്തൊരാളും ഈ കാലഘട്ടത്തിൽ വാഹനം വാങ്ങുന്നുണ്ട് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞാൽ മാസ് സെയിൽസ് ആണ്. 1-2 വാഹനങ്ങൾ വിൽക്കലല്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വാഹനം വിൽക്കുക എന്നുള്ള തന്ത്രമാണ് ഈ കാലഘട്ടത്തിൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച്. അപ്പോൾ അതിൽ ഈ മാസ് സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മാസ് പ്രൊഡക്ഷൻ വേണം, മാസ് കൺസംഷൻ വേണം. അതായത് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ വേണം, ആ ഉപയോഗത്തിനനുസരിച്ച് കൂടുതൽ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ, അതിന് മാസ് പ്രൊഡക്ഷൻ എന്നാണ് പറയുക. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നിർമ്മിക്കുക, മാസ് പ്രൊഡക്ഷൻ. മാസ് എന്നുള്ള വാക്കുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ. ഓക്കെ, സോ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ വാഹനങ്ങൾ വാങ്ങുന്നുമുണ്ട്, മാസ് കൺസംഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മാസ് സെയിൽസിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ അവലംബിക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കാലഘട്ടത്തിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ വാഹനം വാങ്ങാനുള്ള ഒരു കാരണം മാസ് ക്രെഡിറ്റ് ആണ്. മാസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം ലഭിക്കാൻ ഇവിടെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ബാങ്കിങ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ബാങ്കുകൾ നമുക്ക് ലോൺ തരാൻ ഇവിടെ സന്നദ്ധമായി മുന്നോട്ട് വന്നപ്പോഴാണ് മാസ് ക്രെഡിറ്റ് തന്നപ്പോഴാണ് മാസ് സെയിൽസ് അവൈലബിൾ ആവുന്നത്. മാസ് സെയിൽസിന് വേണ്ടി മാസ് പ്രൊഡക്ഷൻ, മാസ് കൺസംഷനും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണ്ട് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുള്ള ഒരു പ്രധാന മാറ്റം, ക്രെഡിറ്റ് തരാൻ ഇവിടെ ഒരുപാട് സംരംഭകർ, ഒരുപാട് സ്ഥാപനങ്ങൾ റെഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഡിയാണ് എന്നുള്ളതാണ് ഒരു കാരണം. മാസ് പബ്ലിക് റിലേഷനും, അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ വാഹനം വിൽക്കുന്ന ഓരോ ഓർഗനൈസേഷനും നമ്മളൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. സാർ വാഹനങ്ങളുണ്ട്, പുതിയ വാഹനം വന്നിട്ടുണ്ട്, എന്താണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ വീട്ടിലെ കാര്യം അന്വേഷിക്കുന്നത്? അവർക്ക് വല്ല കാര്യമുണ്ടോ? പക്ഷെ അതല്ല, ആ പബ്ലിക്കുമായിട്ട് അവർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വാഹനത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാളുകളിലും റോഡ് സൈഡുകളിലും ആൾക്കാർ കൂടുന്ന പലയിടങ്ങളിലും കുറച്ച് ചെറിയ ചെറിയ ക്യാമ്പുകൾ നിങ്ങൾ കാണാറുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് മാസ്സായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർ മാസ് ക്രെഡിറ്റിൻ്റെ ഭാഗമായി മാസ് സെയിൽസ് ഓരോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനും നടത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. രണ്ടാമത് ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് മെർച്ചൻഡൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റി, ഒന്ന് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി. മെർച്ചൻഡൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ മാരുതി അല്ലെങ്കിൽ ടൊയോട്ട എന്നുള്ള ഒരു കമ്പനി എടുത്ത് വിചാരിച്ചു. ടൊയോട്ട എന്നുള്ള കമ്പനിക്ക് ഒരുപാട് ഡീലേഴ്സിന് ആവശ്യമുണ്ട്. ആ ഡീലേഴ്സിന് ആവശ്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് വെറുതെ ഡീലർഷിപ്പ് കൊടുക്കുകയല്ല, അവരുടെ വാഹനം വിൽക്കാൻ മാത്രം കഴിവുള്ള
ക്വാളിറ്റി ഉള്ള ഒരു ഡീലറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടൊയോട്ട ചെയ്യുക. അപ്പോൾ ഏതൊരു ബിസിനസ് മേഖലയിലുള്ള വ്യക്തികളും ചിന്തിക്കുക, അവരുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ കമ്പനി ചിന്തിക്കുക അവരുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽപ്പന നടത്താനുള്ള നല്ലൊരു ബിസിനസ് മെർച്ചൻഡൈസറെ, ബിസിനസ് നടത്തുന്ന ആൾക്കാരെ, സംരംഭകരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മെർച്ചൻഡൈസ് പ്ലാനിങ് ആക്ടിവിറ്റിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ മെർച്ചൻഡൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റിക്ക് നമുക്ക് മാർക്കറ്റ് സർവേ നടത്തേണ്ടി വരും, മെർച്ചൻഡൈസിങ് പ്ലേ നടത്തേണ്ടി വരും. അപ്പോൾ മാർക്കറ്റ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ്, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യൻ എടുത്താൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർ ഉത്തരേന്ത്യയിലാവില്ല, ചിലപ്പോൾ ദക്ഷിണേന്ത്യയിലായിരിക്കും അല്ലേ, സൗത്ത് ഇന്ത്യയിലായിരിക്കും, നോർത്ത് ഇന്ത്യയിലായിരിക്കില്ല. അപ്പോൾ അത് മാർക്കറ്റ് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നം എവിടെ വിൽക്കണം, അതിൻ്റെ മാർക്കറ്റ് എവിടെയാണെന്നുള്ളത് കൃത്യം നമുക്ക് അറിയണം. അത് മെർച്ചൻഡൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. രണ്ട്, മെർച്ചൻഡൈസിങ് പ്ലേ, അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഒരു ഉൽപ്പന്നം വിൽക്കാനുള്ള കളികൾ നമുക്കറിയണം. എങ്ങനെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലതരത്തിലുള്ള ഓഫറുകൾ നമ്മൾ തരും, അതൊരു മെർച്ചൻഡൈസിങ് പ്ലേ ആണ്. അതൊക്കെ മെർച്ചൻഡൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുക. ഇനി സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സെയിൽസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയുടെ ഫേസാണ്, മുഖമുദ്രയാണ്, മുഖമാണ്. ആ മുഖമാണ് പുറത്തുള്ള ആൾക്കാർ കാണുന്നത്. ഓരോ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മുഖങ്ങളാണ്, ഫേസാണ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അതിലൊന്നാണ് പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിങ്. പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തോടും വളരെ വ്യക്തമായിട്ട് ഇടപഴകുക, അതേപോലെ തന്നെ പരസ്യം കൊടുക്കുക എന്നുള്ളത് സെയിൽസിൻ്റെ ഭാഗമാണ്, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് ടെക്നിക്, അതായത് ഒരു കച്ചവടം നടത്തുമ്പോൾ പല തന്ത്രങ്ങൾ, ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. സോ ആ ടെക്നിക്കുകളും സെയിൽസിനെ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസിങ്ങും ഒക്കെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ മാർക്കറ്റ് സർവേ, മെർച്ചൻഡൈസിങ് പ്ലേ എന്നുള്ളത് മെർച്ചൻഡൈസിങ് ആൻഡ് പ്ലാനിങ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ്, ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മാർക്കറ്റിങ്ങിൻ്റെ പുറകിൽ കിടക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. എങ്ങനെയാണ് മാർക്കറ്റിംഗ് നടത്തുക എന്നുള്ള ആക്ടിവിറ്റീസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ ടേബിളിലൂടെ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടാനുണ്ട്, കുറച്ച് മേഖലകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സുകളിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല രൂപത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.